ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. നിങ്ങളോടൊക്കെ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ വൺസ് നമ്മൾ പ്രവാസിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ഓരോ പ്രവാസിയും അവനവന്റെ വീടും നാടും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ വിട്ടിട്ട് മറ്റൊരു രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവനവന്റെ ഫാമിലി മെമ്പേഴ്സിനെ തന്നെയായിരിക്കും. നമ്മൾ ഈ ഒരു കുറവിനെ ഓവർകം ചെയ്യുന്നത് നമ്മുടെ നല്ല ഫ്രണ്ട്സിലൂടെ മാത്രമാണ്. ഞങ്ങൾ ഖത്തറിൽ വന്നിട്ട് ഏകദേശം 10-14 കൊല്ലങ്ങളായി. ഈ ടൈം സ്പാനിൽ നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സും ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്ട്രെങ്ത്തും ഞങ്ങളുടെ വീക്ക്നെസ്സും ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഇവിടെ. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു കപ്പിൾ പുതിയൊരു ഫ്ലാറ്റിലോട്ട് മാറി. അപ്പൊ പിന്നെ ഞങ്ങൾ ഇന്ന് എല്ലാ ഫ്രണ്ട്സോടെ ഇന്ന് ഈവനിങ് അവരുടെ വീട്ടിലാണ് ഒത്തുചേരുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒത്തുചേരൽ വിശേഷങ്ങളാണ്. എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടു നോക്കിയാലോ. ഇന്നത്തെ ഞങ്ങളുടെ ഹോസ്റ്റ് ആദിലും സമീനയും പിന്നെ അവരുടെ മോള് ഹൈസയുമാണ്. നമ്മൾ ഈ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേനും നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് വാൾ ഡെക്കോറും അതുപോലെ തന്നെ ഈ ഫ്ലവർ വാസും ആണ്. ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ ഈ വീടിനകത്ത് നിറച്ച് ഒരു കോസി ആൻഡ് പോസിറ്റീവ് ഫീൽ നമുക്ക് കിട്ടാനുമുണ്ട്. ഈ വീടിനകത്തുള്ള ബ്യൂട്ടിഫുൾ കാഴ്ചകൾ പരമാവധി ഞാൻ എന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത കാഴ്ചകളൊക്കെ ഇനി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ചാൻസ് ആണ്. ഞങ്ങൾ ആക്ച്വലി ഈ വീടിന്റെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പല വെറൈറ്റി ഓഫ് സ്റ്റാർട്ടേഴ്സ് ഞങ്ങളുടെ മുന്നിലോട്ട് എത്തിയിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഭക്ഷണത്തിനോട് ഒരു പിണക്കവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും സ്റ്റാർട്ടേഴ്സിന്റെ പുറത്തോട്ട് ചാടി വീണു. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണത്തെ സ്റ്റാർട്ടേഴ്സിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബീഫ് വരട്ടിയത് തന്നെയായിരുന്നു. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ഒരു നാടൻ സ്റ്റൈലില് ബീഫ് വരട്ടിയത്. ഞങ്ങൾ ഈ സ്റ്റാർട്ടേഴ്സ് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ മറ്റൊരു ഫ്രണ്ടിന്റെ എൻട്രി. ലേറ്റ് വന്നാലോ ലേറ്റസ്റ്റ് ആത്താ വരുവേ എന്ന് പറയുന്നത് പോലെ ആള് വന്നത് വെറും കൈയോടെ അല്ല, ഈ ഒരു സ്വീറ്റ് ബോക്സും കൊണ്ടാണ് വന്നത്. ആദ്യം ഞങ്ങൾ കരുതിയത് ഇത് നമുക്ക് ഡെസേർട്ട് ആയിട്ട് എടുക്കാമെന്നുള്ളതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, വീടിനകത്തെ സന്ദർഭവും സാഹചര്യവും പ്രഷറും ഒക്കെ കാരണം ഞങ്ങൾ ഇത് ഡെസേർട്ട് അല്ല, പക്ഷെ ഇത് സ്റ്റാർട്ടർ ആയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വന്നു. ഇത് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും തുറന്ന ഉടനെ തന്നെ അറ്റാക്ക് തുടങ്ങി. ഞങ്ങൾക്ക് സാധാരണ എല്ലാ വീടുകളിലും ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ടാവാറുണ്ട്. ഈ ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചർച്ചകളും ഞങ്ങളുടെ തമാശകളും ഞങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലം. അത് പലപ്പോഴും ഡൈനിങ് ടേബിൾസും അല്ലെങ്കിൽ ലിവിംഗ് റൂമിലെ സോഫയും ഒക്കെയാണ് പതിവ്. പക്ഷെ ഈ പതിവൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഒരു കാഴ്ച കണ്ടത് ഈ വീട്ടിലെ ഹോട്ട്സ്പോട്ട് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടുത്തെ കിച്ചൺ ഏരിയ ആണ്. ഞങ്ങളുടെ മിക്ക വീടുകളിലും ക്ലോസ്ഡ് കിച്ചൺ ആണ് ഉള്ളത്. ഒരുപക്ഷെ ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ഒരു വെറൈറ്റി ആയി തോന്നിയത് കൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവരും കൂടെ ഈ കിച്ചൺ ഏരിയനെ നമ്മുടെ ഒരു ഹോട്ട്സ്പോട്ട് ആക്കി മാറ്റിയത്. ഞങ്ങളുടെ ചർച്ചകൾ കൊഴുക്കുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ ഈ ഹോട്ട്സ്പോട്ട് പലപ്പോഴും ഈ കൈക്കുഞ്ഞുങ്ങളെ താരാട്ട് പാട്ടി ഉറക്കുന്ന സ്പോട്ട് വരെ ആയി മാറാറുമുണ്ട്. സമയം ചെല്ലുന്തോറും ഈ ഹോട്ട്സ്പോട്ടിലെ തിരക്കും അതുപോലെ തന്നെ കൂടി വരാറാണ് പതിവ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റ്സിന്റെ പക്ഷം ചേരാനായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുക അല്ലെങ്കിൽ അതിനായിട്ടുള്ള ആൾക്കാരെ കൂട്ടുക എന്നുള്ളതാണ്. ഞാൻ ഇത്തവണ ഫോർ എ ചേഞ്ച് ഇവരുടെ ഡിസ്കഷനിൽ നിന്നും മാറി നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ എനിക്ക് വേണ്ടി മോഡൽ ആവാനും ഇവർ മടിച്ചില്ല. കിച്ചൺ ഏരിയയിൽ ഡിസ്കഷൻ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്നൊന്ന് എത്തി നോക്കാനായി പോയതാണ്. അപ്പോൾ എനിക്ക് അവിടെ കാണാൻ പറ്റിയത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ സീരീസ് തന്നെ ആയിരുന്നു. എല്ലാവരും അവനവന് പറ്റുന്ന രീതിയിൽ മേക്കപ്പ് ഇട്ട് തകർക്കുകയായിരുന്നു. ഒരു ഫ്ലാറ്റ് സിസ്റ്റത്തിന്റെ ലിമിറ്റേഷന് ഉള്ളിൽ നിന്നുകൊണ്ട് കുട്ടികൾ എല്ലാവരും അവനവന് പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കളിയും ചിരിയും ഡിസ്കഷനും എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ വിശപ്പിന്റെ വിളിയും വന്നു തുടങ്ങി. വീടിന്റെ ഗൃഹനാഥനായ ആദിൽ
വിശക്കുന്ന എല്ലാവർക്കും ഭക്ഷണം സെർവ് ചെയ്യുക എന്നുള്ള ദൗത്യം വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. ആദിലിനൊരു കൈത്താങ്ങായി എത്തിയത് നമ്മുടെ ഹരിയാണ്. ഹരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഗെറ്റ് ടുഗെദറിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ തന്നെയാണ്. അങ്ങനെ എല്ലാ വെറൈറ്റി ഭക്ഷണങ്ങളും ഓരോന്നോരോന്നായിട്ട് ടേബിളിലോട്ട് നിരന്നു തുടങ്ങി. അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും സെർവ് ചെയ്യാൻ ടേബിളിന്റെ മുകളിൽ റെഡി ആയപ്പോ ഇന്ന് ഈ കാണുന്ന വിഭവങ്ങളൊക്കെ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സമീനയെ ഒന്ന് വിളിച്ചു. ഇന്നത്തെ മെനു എന്ന് പറയുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള അപ്പം, പിന്നെയുള്ളത് നമ്മുടെ സ്വന്തം നൈസ് പത്തിരി. ഈ 2 സാധനങ്ങളും സമീന ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് മൊത്തം സമീനയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല കിടിലൻ നെയ്ച്ചോറുണ്ട്, പിന്നെ അടിപൊളി നാടൻ സ്റ്റൈലിലുള്ള പ്രോൺസ് കറി. സമീനയുടെ സ്പെഷ്യാലിറ്റിയാണ് പ്രോൺസ് വെറൈറ്റീസ്. പിന്നെ ഉള്ളത് നല്ല ചിക്കൻ സ്റ്റ്യൂ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അടുത്ത കാലത്തായി വളരെ ട്രെൻഡിങ് ആയി പൊക്കോണ്ടിരിക്കുന്ന കപ്പ വെറൈറ്റിയിലെ പാൽക്കപ്പ. ഫുഡ് റെഡി എന്നുള്ള അനൗൺസ്മെന്റ് ചെയ്തതോടെ വിശക്കുന്ന എല്ലാവരും ടേൺ ബൈ ടേൺ ആയി വന്ന് ഫുഡ് അടി തുടങ്ങി. വെറും മാസങ്ങൾ പ്രായമുള്ള ഇളയ മോളെ ഓർക്കിക്കെടുത്തിയ ഗ്യാപ്പിൽ ധൃതിയിൽ മൂത്ത ആളെ ഫീഡ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം അമ്മൂനെയാണ് ഈ കാണുന്നത്. വേഗം കഴിക്കേണ്ട മോനെ, എന്നിട്ട് വേണം അമ്മയ്ക്ക് കഴിക്കാൻ എന്നതാണ് ഇവിടെ അമ്മൂടെ ഭാവം. അങ്ങനെ പല റൗണ്ട്സ് ഓഫ് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കലാശക്കൊട്ടാണ്. ഭക്ഷണം കഴിക്കൽ റൗണ്ടിലെ ഏറ്റവും അവസാനത്തെ സെറ്റ് ഓഫ് ആൾക്കാരാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് 2 ഡിഫറെന്റ് സെറ്റ് ഓഫ് കുട്ടികളാണ്. എത്ര ലേറ്റ് ആയാലും ഞങ്ങളുടെ എനർജി ഹൈ ആണെന്ന് പറയുന്ന 2 പേരും ഓ ഇറ്റ്സ് വെരി ലേറ്റ് വി ആർ സോ എക്സോസ്റ്റഡ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും. ആളും അരങ്ങും ഒഴിഞ്ഞ പാവം നമ്മുടെ ഡൈനിങ് ടേബിൾ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ഈ ഡൈനിങ് ടേബിൾ ശരിക്കും പറഞ്ഞ ഒരു വാർ സോൺ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരുടെ വയറും നിറഞ്ഞപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു കർഫ്യൂ ഫീലാണ് തോന്നുന്നത്. ഞങ്ങളുടെ ഈ അടിപൊളി ഗെറ്റ് ടുഗെദർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ പറയുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി ഞങ്ങൾ പിരിയുന്നതിന് മുന്നേ തന്നെ നെക്സ്റ്റ് ഗെറ്റ് ടുഗെദറിനുള്ള പ്ലാനും ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് പിരിയാറ്. ഇത്തവണയും അതിന് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നെക്സ്റ്റ് ഗെറ്റ് ടുഗെദറിനുള്ള പ്ലാനും വെന്യൂ ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് വീട്ടിലോട്ടുള്ള ഈ തിരികെ പോക്ക്. ഇതുപോലുള്ള ഗെറ്റ് ടുഗെദേഴ്സിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് അടുത്ത മീറ്റപ്പ് വരെയുള്ള റീചാർജിങ് സോഴ്സ് എന്ന് പറയുന്നത്. ഓരോ ഗെറ്റ് ടുഗെദേഴ്സ് കഴിയുമ്പോഴും ഒരുപാട് നല്ല മെമ്മറീസുമായിട്ടാണ് ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോവാറ്. ഈ ഒരു ഗെറ്റ് ടുഗെദറുടെ വീഡിയോ എടുത്ത് അതിനെ ഒരു വ്ലോഗ് ആക്കണം എന്നുള്ളത് എന്റെ പ്ലാനിങ്ങിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അവിടെ എത്തി കുറച്ച് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ് എന്റെ മനസ്സിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരു കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് വൺ ആയിരിക്കില്ല. ബട്ട് സ്റ്റിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.